ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3-അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ഇന്ത്യൻ വംശജനായ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തൻ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിലെത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനത്തിന്റെ വലിയ ലോകമാണ് മുന്നിലുള്ളതെന്നും അത് പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജ്ഞാനത്തിന്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടു കൂടി ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്ത് നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്നു വലിയ മിടുമിടുക്കികളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റം ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ ഉണ്ടാകണം. കേരളത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ്. കേരള നിയമസഭാ സമുച്ചയത്തിലെ R. ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി N. ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. AI ലിറ്ററസി, റോബോട്ടിക് പരിശീലനം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വിദ്യാലയങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാ ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ നിറയ്ക്കുക എന്നതല്ല ഈ ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ലഹരി വ്യാപനം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. ഡോക്ടർമാരായ ആശ, ആരതി അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടറിനെയും ചോദ്യം ചെയ്യും. പോലീസ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. അതേസമയം കുട്ടിയുടെ വീട് ഇന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു BJP കൌൺസിലറും അയോഗ്യരാകില്ലെന്ന് മേയർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫൈനൽ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു ഭാഗത്ത് വേഗവും കരുത്തും കൊണ്ട് എതിരാളികളെ തകർക്കുന്ന ഫ്രാൻസ്, മറുചേരിയിൽ കൃത്യമായ പാസുകളും പന്തടക്കവും കൊണ്ട് കളി നിയന്ത്രിക്കുന്ന സ്പെയിൻ. ഇത് വെറുമൊരു കളിയല്ല, കലാശപ്പോരിനുള്ള അർഹത തീരുമാനിക്കുന്ന അവസാന പരീക്ഷയാണ്. കിലിയൻ എംബാപ്പയുടെ മിന്നൽ വേഗവും ഒസ്മാൻ ഡെംബലയുടെ അസാധാരണ പന്തടക്കവും മിഡ്ഫീൽഡ് ഭരിക്കുന്ന ചുവമേനിയുടെ അളന്നു മുറിച്ചുള്ള പാസുകളും ഫ്രഞ്ച് പടയുടെ പകരം വെക്കാനില്ലാത്ത ആയുധങ്ങളാണ്. ഏതു വമ്പൻ പ്രതിരോധവും നിമിഷാർദ്ധം കൊണ്ട് തവിട് പൊടിയാകുന്ന മുന്നേറ്റങ്ങൾ. മറുപക്ഷത്ത് ഒരു നിമിഷം കൊണ്ട് മത്സരം മാറ്റിമറിക്കുന്ന പ്രതിഭ ലാമിൻ യമാൽ. ആക്രമണത്തിന്റെ ഹൃദയമായി മാറി തുടിക്കുന്ന പെഡ്രിയുടെ കൃത്യതയുള്ള നിഗൂഢ പാസുകൾ. റോഡ്രി, നിക്കോ വില്യംസ്, അങ്ങനെ ഒന്നിനൊന്ന് മികവുറ്റ സ്പാനിഷ് താരനിര. ഈ ബലാബലം അതിജീവിക്കുന്ന ആര്? നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകം. ഇന്ത്യ-ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ UAEയുടെ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഇതിനെ തുടർന്ന് ഈ മേഖലയിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇറാനിലെ അബു മൂസ, ചബഹാർ, കൊണാർക്ക് തുടങ്ങിയവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. അപകട സാധ്യതകൾ ഇല്ലാത്തതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൗകര്യമുണ്ട്. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ പ്രദേശം സംരക്ഷിച്ചു പോരുന്നത്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണിവിടം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGov എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3-അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ.
പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.